ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. 2, 3 സ്റ്റാർട്ട്. അലേഹന്റെ കിരോപ്പിലെ ഡ്രസ്സായിട്ട് അലേഹ ഇട്ട് നിൽക്കുന്ന ഗൈസ്. പാസ്പോർട്ട് ഐബൊക്കെ തണുത്ത് വറച്ചിട്ടാ നിൽക്കുന്നത്. ഐബോ ഒരു തണുപ്പും ആയില്ല, തണുപ്പൊക്കെ വരാൻ പോണേ ഉള്ളൂ. ഗൈസ് അങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഏതിനാണ് അലേക്കുള്ള പാല് കലക്കണേ. ഇത് 2 കഴിച്ച് ഇത് നമ്മള് വെളിച്ചെണ്ണ കട്ടാക്കിയത്. പിന്നെ ഇത് ബജ്ജി മുളകും. അങ്ങനെ എല്ലാ പെട്ടിയും കെട്ടി വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ പെട്ടികളൊക്കെ കെട്ടല് കഴിഞ്ഞ് 3 മണിക്കാണ് ഉറങ്ങണല്ലേ. താക്കോലിൻ്റെ പിരാന്താവണ മാറ്റി ഇരുന്നിട്ട് കുറച്ച്. എങ്ങനെയാണ് ഈ പിറ്റേ 2 പാടെ ഫ്ലൈറ്റിൽ പോവുക? വല്ലാതെ കരഞ്ഞ ടിക്കറ്റിന്റെ പൈസ പോയാലും അല്ല, ഞാൻ അങ്ങോട്ട് പോരുട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാ. നോക്കി, ഒരാള് അപ്പുറത്തുനിന്ന് കരയുക, ഒരാള് ഇതാ ഉണ്ടാക്കി കരയുക. നല്ല കോലായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ കണ്ട ലഗേജുകളൊക്കെ പാടി. നമ്മൾ ഇറങ്ങുന്ന സമയമാണ് എത്രയെന്ന് പറയാം, 4:13. ഇനി 5, 6:13. 2 മണിക്കൂർ എന്തായാലും ഓട്ടം ഉണ്ടാവും. ലഗേജുകളൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കി. എന്തെങ്കിലും പ്ലെയിനിൽ നിന്ന് വാങ്ങി തിന്നാ വാങ്ങിയിട്ടില്ലല്ലോ. അല്ലേ അതാ ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോയിക്ക. അല്ലേ ഇതില്ലേ ഉമ്മല്ലത്രേ. ഓ ഉമ്മല്ല, നമ്മളെ പോണ്. ബാ തറ്റാ. അതിന്റെ പാൻറ്റും ഫോക്കസിന്റെ കുപ്പായവും അതൊക്കെ ഉഷാറായി. പോരി 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 ഇറക്കി. ചെരുപ്പ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നേരെ പോകുന്ന എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അരീക്കോട്ടേക്കാണ്. അരീക്കോട്ടിൽ ഇനി ബീഫ് പൊയിഞ്ഞ് വെച്ചതും പിന്നെന്താ ഉള്ളത്, അരിയോ. അവിടെ അരിയും തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അവിടുത്തെ വലിയ പെട്ടിയിലാക്കിയിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. 9:45 ഫ്ലൈറ്റ്. കൃത്യം ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തണം. അപ്പോൾ അമ്മാര് പോക്ക് പോരണം. അപ്പോൾ ഇറങ്ങി 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 പോരി. ചാറ്റ കൊടുക്ക്, അമ്മക്ക് ചാറ്റ കൊടുക്ക്. ടാറ്റാ. പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? 6 മണിയായാലും പാടില്ല, 3 മണിയായാലും പാടില്ല, 1 മണിയായാലും പാടില്ല. പാട്ട് കേട്ടാൽ കുട്ടി കളിക്കൂ. ഉമ്മാക്ക് ഞാൻ IM കയറ്റി കൊടുക്കുക. അവിടെ പോയാൽ വാട്സപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയാണ് കേട്ടോ പോകുന്നത്, പുലർച്ചെയാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു 5:30-6 മണിയാകുമ്പോഴേക്കും നമുക്ക് അരീക്കോട് എത്തണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് ബാക്കി സാധനമൊക്കെ എടുത്ത് അവിടുന്ന് ഒരു പെട്ടി കെട്ടാനുണ്ട്. 4 പെട്ടിയും 2 കുട്ടിയും ഒരു പൊട്ടിയായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ സിനുവിൻ്റെ വീട്ടിലെത്തി. കാരണം റോഡിലൊന്നും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മക്കളെ 2 ഉറങ്ങാണ്. ഐബുനെ അതിനെ ഉറക്കി എടുക്കുകയാണ്. അലേഹ എവിടെ ഉള്ളത്? അലേഹ ഉറങ്ങി നീച്ചപ്പോൾ ഇവിടെ ഉള്ളത്. അലേഹ എന്നാ ബാബാ ചെരുപ്പാടെ. സിനുവിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടി കെട്ടി ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അതൊക്കെ കെട്ടി. ആ ഒരു പെട്ടി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, 36 കിലോ ഉണ്ട്. 33, 36 ഞാൻ കണ്ടത്. ഓക്കെ, അലേ കിടക്കണൊക്കെ അല്ല, എല്ലാവർക്കും പാടെ മിനിമം 2 പാടെ ഒരു 60 കിലോ ഉള്ള ലെവലിൽ മതി എടുക്കാൻ പറ്റുണ്ടാവും. ചായ അവിടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ കഴിച്ചോ. ഫ്ലൈറ്റിൽ നിന്നൊന്നും കേട്ടില്ല, 5 മണിക്കൂർ ഇരിക്കണം. 9:45 ഫ്ലൈറ്റ്. നമ്മൾ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ അലേഹ? അങ്ങനെ നമ്മളെ പെട്ടികൾ, ഈ പെട്ടി നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൽ ഫുള്ള് സാധനങ്ങളും, ഇതിൽ ഇന്ത്യ അലൈന് സാധനങ്ങളും, ഇതിൽ സിനുവിൻ്റെ ഒറ്റക്കുള്ള സാധനങ്ങളും. അങ്ങനെ ഉണ്ടോ ഗൈസ്? ഇവൾക്ക് ഭയങ്കര ബേജാറ് ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ. ഇത് എത്ര പേടി എനിക്ക്. വിളിക്കൊക്കെ നിനക്ക് ഒതുങ്ങിയിരിക്ക് നോക്കാം. ഫ്ലൈറ്റിൽ ഒതുങ്ങിയിരുന്നില്ലെങ്കിലല്ലോ ഓനെ പിടിക്കൂട്ടോ, എന്നെ പിടിച്ചോണ്ടോ.
ഇത് നമ്മുടെ വണ്ടിയല്ല, ഇത് ഫ്ലൈറ്റാ കേട്ടോ അലേഹ. അല്ല ഗൈസ്, അലേഹൻ്റെയും അലൻ്റെയും ആദ്യ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഗൈസ്. അത് നമ്മൾ ഫാമിലി ഒരുമിച്ച് പോവുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി കുറേ പ്രൊസീജിയർ ഉണ്ട്, നമുക്ക് ഉള്ളിൽ പോയി എമിഗ്രേഷനും കാര്യങ്ങളും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാണ്ട്. ഓക്കെ അങ്ങനെ ഗൈസ്, അത് നല്ലൊരു കാര്യമായിട്ടോ. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ഇതാണ് നീച്ചു, ഇതാനു സിനുവിൻ്റെ കസിൻസാണ്. അലേ ഇവിടെ ഒക്കെ ഉണ്ടോ? അലേ ഇവിടെ ഒക്കെ ഉണ്ടോ? അതായത് നമ്മളെ ലഗേജിന് ഫുള്ള് ഓലെന്നെ കൊണ്ടുപോയി ഒരു 500 രൂപ ചിലവാവുള്ളൂ. ഓലെന്നെ കൊണ്ടുപോയി ഒരു സേഫായിട്ട് അവിടെ എത്തിക്കും. നമുക്ക് ഉന്തി നടക്കണ്ട. ഈ മക്കളുള്ളവർക്ക് സുഖാട്ടോ. ഓലപ്പുറം പോകണം. ഓല അവിടെ പോയി വരിക്കും. നമ്മൾ വരണോ? എനിക്കപ്പോഴേ തോന്നി ഇതൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. അതാ ഒരാളിവിടെ നിർത്തി, ഒരാളിൻ്റെ കയ്യിൽ നിന്നിട്ട് ഓള് പറയും ഞാൻ അപ്പോൾ ടോയ്ലറ്റ് പോയി തരാമെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, പിടിച്ചിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പിള്ള പിന്നാലെ മണ്ടിയാണ് കഴിച്ചത്. അലേഹാ നോക്ക്, തോക്കുകൊണ്ട് വെടി വെക്കുക ഞാൻ തോക്കുകൊണ്ട്. അങ്ങനെ നമ്മളെ സിനുവിൻ്റെ കസിൻസ് എല്ലാവരും 2 ആൾ വന്നായിരുന്നു നമ്മളെ എയർപോർട്ടിലോട്ട് പിക്ക് ചെയ്യാൻ, ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ എൻട്രിയിൽ കയറി. പിന്നെ നമ്മൾ ഹെൽപ്പിന് ഒരാളെ വിളിച്ചായിരുന്നു. പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, 500 രൂപ കൊടുത്ത് ഹെൽപ്പിന് ഒരാളെ വിളിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അലേഹ ഓടുന്ന എത്തിയാനെ. അലേഹ എത്തിയാനെ ഓടി കളിക്കുന്നുണ്ട്. ഇതാ തോക്ക് അലേഹ. ഇന്നേ ടിക്കറ്റ് എടുക്കുമ്പോൾ കുട്ടീനെ നോക്കാനൊരു ടിക്കറ്റുമുള്ള ഒരാളെയും കൂടി എടുത്തോട്ടോ. അതാ മണ്ടണ്. ഇതിന് പിടിക്കും, ഒരാളെ പിടിക്കുന്ന. എൻ്റെ കുട്ടി പോയ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇതാ എവിടേക്ക് ഞാൻ അതിനെ തിരഞ്ഞ് നടക്കുക. ബോഡി നല്ല അങ്കാട്ടത് ഒതുങ്ങിയിരിക്കാല്ലേ. കണ്ണിങ്ങനെ എൻ്റെ പിന്നാലെ നടക്കും ഒരാൾ വേണം. നമ്മുടെ സിനു അവിടെ ഇരിക്കണോക്ക് കുറച്ചും പാടെ കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ബോഡി പാസ് കിട്ടും. അത്രയും ദൂരത്തേക്കൊക്കെ മണ്ടണ്. നോക്ക് ഇങ്ങോട്ട് വാ. താനെ താനാനെ താനാനെ ഭയങ്കര ആക്റ്റീവാ, മണ്ടെടുത്തേനെ. എല്ലാ കുട്ടികളും ഒതുങ്ങിയിരിക്കുമ്പോൾ പട്ടാളക്കാരെയും ട്രോളിയുടെ ഇടയിൽ കൂടെ നിന്ന് മണ്ടുക. അതാ പോണു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പിടിച്ചാലും കിട്ടണില്ലേ, കാരണം ഓളുടെ ഹൈറ്റിനുള്ള സാധനമാണ് ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നോന്ന് പോവുക. അലേഹൻ്റെ അതേ പ്രായമുള്ള കുട്ടികൾക്ക് തല മുടിയൊക്കെ കെട്ടി നടക്ക് നോക്കാം. എൻ്റെ അലേഹ നോക്കിയേക്കാം. ബാഗ് കുട്ടിയുടെ ഉടുതുണി കൊണ്ട് മണ്ടി. പോരി എന്നാ ലഗേജ് തൂക്കുമ്പോഴാണ് സീന്. അൽഹംദുലില്ലാ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഒരു കഥയാണ് മക്കളെ. അലേഹ പോണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ 2 മക്കളായിട്ട് ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പിനില്ല. അങ്ങോട്ട് പോവാം. അല്ലാ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. അതാ വിമാനം. അലേഹ അങ്ങോട്ട് നോക്ക്. അലേഹ വിമാനം നോക്ക്. എൻ്റെ കൈയല്ല, മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയി പോയി. എങ്ങനെയാണ് അപ്പേ? എയർ ഇന്ത്യ. അലേഹ നോക്ക്. നമ്മൾ പോകുന്ന വിമാനമാണ്. കയറി വലത്തേക്കാല് വെച്ച് കയറി. ഹായ്